ഇന്ന് വാങ്ങിയത് നല്ല കുഞ്ഞമ്മത്തിയും ചുവപ്പ് ചെമ്മീനാണ്. ഇവിടെ പറയാറ് ചുവപ്പ് ചെമ്മീനെ കടൽ ചെമ്മീൻ എന്നാണ്. ഇപ്പോൾ ചെമ്മീൻ ഞാൻ എടുക്കുന്നില്ല, ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് കുഞ്ഞമ്മത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞമ്മത്തി പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കുഞ്ഞമ്മത്തി വൃത്തിയാക്കാൻ. അപ്പോൾ സമയം എടുത്ത് നല്ല പോലെ കഴുകി ഞാൻ നല്ല വെള്ളത്തിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇടിക്കല്ലിലേക്ക് സവാളയും പിന്നെ വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഇവിടെ സവാള മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ, കൊച്ചുള്ളി വാങ്ങാറില്ല, അതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ മുറ്റത്തുനിന്ന് പറിച്ച നല്ല കാന്താരിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇത്തിരി പുളിവെള്ളം കൂടി ചേർത്തിട്ട് തിള വരുമ്പോൾ നമ്മൾ കുഞ്ഞമത്തി ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ചുറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ മത്തി അങ്ങ് പോവേ. നാക്ക് പേക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒന്ന് കയ്യങ്ങ് പൊള്ളി വെപ്രാളത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഞാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാത്തതുകൊണ്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങ ചിരകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മൾ ഒന്ന് ഉണക്കമുളക് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചമ്മന്തി സെറ്റാക്കിയിട്ടുണ്ട്. ഇടിക്കല്ലിൽ ഇതാ വീണ്ടും ഞാൻ കാന്താരി ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കാന്താരി ചതച്ചതൊക്കെ ആ തൈരിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോഴേക്ക് ഇച്ച വന്നിട്ടുണ്ട്. ഞാനിതാ കഞ്ഞിയൊക്കെ വിളമ്പിയിട്ട് മുമ്പിലോട്ട് കൊണ്ടുവച്ച് കൊടുത്തേ. ചമ്മന്തി റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാക്കും. പിന്നെ മത്തി വെറ്റിച്ചതും. മോനെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഇട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് നല്ല ചമ്മന്തി ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി വെറ്റിച്ചതും, പിന്നെ അതിൻ്റെ മുളകും, പിന്നെ ഇതാ കാന്താരി ഇട്ട നല്ല തൈരും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി ഒരു കൂട്ടി പിടിച്ച് ഒരു പിടി പിടിച്ചേ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.